ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു നിയമം കൊണ്ടുവരാൻ BJP ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഴിഞ്ഞ 2 തവണ അധികാരത്തിലുള്ളപ്പോഴൊക്കെ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അന്ന് അവർ കൊണ്ടുവന്നില്ല. അന്ന് അവർക്ക് കുറച്ചുകൂടി വലിയ മജോറിറ്റിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ന്യൂനപക്ഷ ഗവൺമെൻറ്റാണ്. കാരണം സഖ്യകക്ഷികളുടെയൊക്കെ പിന്തുണയോടുകൂടി മാത്രം നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 2026 കേരളത്തിലെ പുതിയ നിയമസഭ അധികാരമേറ്റാൽ അവർക്ക് യഥാർത്ഥത്തിൽ പിന്നീട് ഒരു 2029 വരെ മാത്രമേ ഭരിക്കാൻ പറ്റൂ. കാരണം 2029 പാർലമെൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭകളുടെ തിരഞ്ഞെടുപ്പുകൾ കൂടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ടേം മുതൽ കുറച്ചുകൂടി ഇതൊന്ന് ഓർഡറിലായി, അതായത് നിയമസഭകളും പാർലമെൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ ഒരുമിച്ച് നടത്തിക്കൊണ്ടു പോകാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയിൽ 1960-കൾക്ക് ശേഷം വരെ 60-കൾക്ക് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം നമുക്കറിയാം ചില ഗവൺമെൻറ്റുകൾ പിരിച്ചുവിടുകയും പല പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഓർഡർ തെറ്റിയത്. ആ ഓർഡർ തെറ്റിക്കൊണ്ട് നടത്തുന്നതും ഇങ്ങനെ ഒരുമിച്ച് നടത്തുന്നതും തമ്മിൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ BJP പറയുന്ന ഗുണമെന്ന് പറയുന്നത് ഒന്ന്, ചെലവുകൾ ചുരുക്കാം എന്നുള്ളതാണ്. അത് ചെലവുകൾ ഇപ്പോൾ ഇങ്ങനെ അല്ലാതെ നടത്തിയാലും ഒക്കെ ഏതാണ്ട് തുല്യമായിരിക്കും വരിക. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇനി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ചിലവാണെങ്കിൽ അവരിപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു MP ആയി ജയിക്കാൻ വേണ്ടി 100 കോടി 200 കോടി രൂപയൊക്കെയാണ് ചിലവഴിക്കുന്നത്. യഥാർത്ഥത്തിൽ 95 ലക്ഷം രൂപയാണ് ഒരു MP ക്ക് ചിലവഴിക്കാൻ കഴിയുന്നത്. പക്ഷേ അതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഏതാണ്ട് രാജീവ് ചന്ദ്രശേഖരമൊക്കെ കർണാടകത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് അദ്ദേഹവുമൊക്കെ തന്നെ വലിയ തോതിലുള്ള പണം ചിലവഴിച്ചിരുന്നു. കേരളത്തിൽ മത്സരിക്കുന്ന ഏറ്റവും സാധാരണ പാർട്ടികൾ പോലും ഒരു മിനിമം 5 കോടി രൂപയൊക്കെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചിലവാക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കണക്ക് കൊടുക്കുമ്പോൾ അവരൊക്കെ പലരും 60-65 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും കണക്ക് കൊടുക്കുക. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചിലവുകളൊന്നും നിയന്ത്രിക്കൽ അത്ര എളുപ്പമല്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഹരിയാനയിലും ജമ്മു കാശ്മീരിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിനോടൊപ്പം മഹാരാഷ്ട്ര നടത്താത്തതിൻ്റെ കാര്യം നമുക്ക് അത്രയും മാൻ പവർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തായിരുന്നത്. സെക്യൂരിറ്റി പേഴ്സണലുകൾ കൂടുതലായി ജമ്മു കാശ്മീരിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത്ര പോലും ഇല്ലാത്തൊരു ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പരിഹാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണാൻ പോണത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 7 ഘട്ടമായിട്ട് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടത്തിയ പോലെ നടത്താനായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത കാര്യം BJP പറയുന്നത് പെരുമാറ്റച്ചട്ടം വരുമ്പോൾ അത് പല പദ്ധതികളെയും തടസ്സപ്പെടുത്തും എന്നുള്ളതാണ്. ഈ പറയുന്ന ചെലവിൻ്റെ കാര്യമാണെങ്കിലും പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അത് BJPക്കോ കേന്ദ്ര ഗവൺമെൻറ്റിനോ ഒക്കെ പ്രത്യേകമായി അഡ്രസ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ അതിന് പകരമായിട്ട് അതിനുവേണ്ടി വേണമെങ്കിൽ എന്തെങ്കിലും നിയമം കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതിന് പകരമായിട്ട് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ച് തന്നെ നടത്തണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതിന് പിന്നിലുള്ളത് ചില ദുരുദ്ദേശങ്ങളാണ്, ചില കള്ളക്കളികളാണ് എന്ന് പറയാതെ വയ്യ. അതിൻ്റെ കാരണം ഒന്ന്, പ്രാദേശിക പാർട്ടികളുടെ പ്രാധാന്യം ഇല്ലാതാകും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദേശീയാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും കുറേ കൂടി പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വരില്ല. പ്രാദേശിക പാർട്ടികളുടെ പ്രാധാന്യം നഷ്ടപ്പെടും. കുറേ കൂടി ഒരു കേന്ദ്ര പാർട്ടികൾക്കായിരിക്കും പ്രാമുഖ്യം കിട്ടുക. അവർക്കായിരിക്കും വലിയ ഫണ്ട് ഉണ്ടാവുക, വലിയ പ്രചരണം നടത്താൻ കഴിയുക. ഇത്തരത്തിലുള്ള വലിയ അഡ്വാൻറ്റേജസ് അവർക്കുണ്ട്. അതുകൊണ്ട് പ്രാദേശിക പാർട്ടികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ പുറകോട്ടടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ പോലും തമസ്കരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇത് അത്യന്തം അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വളർച്ച എന്ന് പറയുന്നത് ഒരു കൃഷിക്കാരനായിട്ടുള്ള ദേവഗൗഡ പ്രധാനമന്ത്രിയായതാണ്. അപ്പോൾ അത്തരത്തിൽ ഇനി ഒരു വൻകിട ഭൂവുടമയും വലിയ ധനാഢ്യനുമായിട്ടുള്ള ദേവഗൗഡയും അതുപോലെ ചൗട്ടാലയും പോലെയുള്ള ആളുകൾ ഇന്ത്യയുടെ ഭരണകേന്ദ്രങ്ങളിലേക്ക് വരുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അടുത്ത സ്റ്റേജിൽ വരേണ്ടത് ഇന്ത്യയിലെ വളരെ താഴേക്കിടയിലുള്ള ദരിദ്രരായിട്ടുള്ള കർഷകരടക്കം ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്നതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലെവലിൽ പലപ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യം വികസിച്ചിട്ടുണ്ട്. ആ വികസിക്കുന്നതിനെയൊക്കെ തന്നെ ഇല്ലാതാക്കാനാണ് ഈ വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, BJPയുടെ എക്കാലത്തെയും വലിയ ഉദ്ദേശമെന്ന് പറയുന്നത് ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പാണ്.
ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അമേരിക്കയിൽ വലിയ പ്രാധാന്യമുള്ളത് പ്രസിഡന്റിൻ്റെക്കാൾ അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ഫെഡറൽ സിസ്റ്റം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ചില സ്റ്റേറ്റുകളിൽ മാരിവാന നിരോധിച്ചിട്ടുണ്ട്, ചില സ്റ്റേറ്റുകളിൽ അത് നിരോധിക്കാതിരുന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വലിയ സ്വാതന്ത്ര്യം അവർക്കുണ്ട് നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ തന്നെ. പക്ഷേ നമ്മുടെ ഇവിടെ അത്രത്തോളം നിയമമില്ല, കുറച്ചുകൂടി ഒരു സെൻട്രലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫെഡറൽ സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൽ ഒരു പ്രസിഡൻഷ്യൽ രീതി വരിക എന്ന് പറഞ്ഞാൽ അധികാരം കുറേ കൂടി ഒരാളിലേക്ക് ഒതുങ്ങുക എന്ന് പറയുന്ന ഒരു രീതി വരും. അതിൻ്റെ ഭാഗമായി തന്നെ പലപ്പോഴും BJP നേരത്തെയൊക്കെ അവകാശപ്പെട്ടിട്ടുള്ളത് ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള പ്രാതിനിധ്യം ആളുകൾക്ക് സഭയിൽ വേണമെന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ BJPക്ക് 20% വോട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 20% MLAമാർ നോമിനേറ്റ് ചെയ്യാനുള്ളൊരു അവകാശം BJPക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഇപ്പോൾ 140 MLAമാരിൽ 28 പേർ അവർക്ക് വരും. അപ്പോൾ വേറൊരാൾക്ക് 40% വോട്ടുണ്ടെങ്കിൽ 56 വരുന്ന MLAമാർ അവർക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള പല പരിഷ്കാരങ്ങളുമാണ് BJPക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നത്. ആ താല്പര്യത്തിൻ്റെ പുറകിലുള്ള കാരണം ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രചരണത്തിലൊക്കെ തന്നെ വലിയ എളുപ്പമുണ്ട്. കാരണം ഇപ്പം നരേന്ദ്രമോദിക്ക് വലിയ തോതിൽ വോട്ട് കിട്ടുമെങ്കിൽ 34% വരുന്ന പിന്തുണയുണ്ട് കേരളത്തിൽ നിന്ന് പോലും അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ്. തെരഞ്ഞെടുപ്പിന് ശേഷം അത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ 34% വോട്ടുകൾ ഒരു പ്രസിഡൻഷ്യൽ രീതിയിൽ തിരഞ്ഞെടുത്താൽ BJPക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ BJPക്ക് ജയിക്കാനും അതുപോലെ തന്നെ കുറേ കൂടി എളുപ്പത്തിലും സാധിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ പ്രാദേശിക കക്ഷികളുടെ ഒരു ഭീഷണി ഒഴിവാക്കാനും പ്രാദേശികമായ പ്രശ്നങ്ങളെ അതിജീവിക്കാനും ഒക്കെ പറ്റും. ഇതിൻ്റെ പിന്നിലുള്ള അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് പല സ്റ്റേറ്റുകളിലും BJPക്ക് അധികാരം കിട്ടിയിട്ട് പോലും അവിടെ പ്രാദേശികമായ പിടിമുറുക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം കർണാടകയിൽ BJP ഭരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അവിടെ ബൊമ്മെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും നമുക്കറിയാം ബസവരാജ് ബൊമ്മ ഭരിച്ചുകൊണ്ടിരുന്നാൽ പോലും BJPയുടെ ഒരു കേന്ദ്ര നേതൃത്വത്തിൽ അത്ര വളരെ പിടിയുള്ള അല്ലെങ്കിൽ അത്ര വലിയ പറഞ്ഞാൽ ഒരു ആജ്ഞാശക്തിയോടുകൂടി അനുസരിക്കുന്ന ഒരു നേതൃത്വമല്ല കർണാടകത്തിലേത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഉൾപാർട്ടി പ്രശ്നങ്ങളെയും കൂടാതെ തെരഞ്ഞെടുപ്പിൽ കുറേ കൂടി എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന ഒരു കാര്യമായി ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ലെവലിലേക്ക് മാറിയാൽ അവർക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വലിയ തോതിൽ ഫണ്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രാദേശിക പാർട്ടികളുടെ ഒരു പ്രാധാന്യം ഇത് നഷ്ടപ്പെടുത്തുമെന്നുള്ളത് കൊണ്ട് തന്നെയൊക്കെ വലിയ തോതിലുള്ള ഒരു താല്പര്യം BJPക്ക് ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് നടപ്പാകാൻ പോകുന്നത് 2034 ആ 2034 പോലും ഇത് നടപ്പാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് BJPയുടെ MPമാരായിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇതിൽ വലിയ വിമ്മിഷ്ടമുണ്ട്. അതുകൊണ്ട് അവർ പോലും 20ഓളം പേർ കഴിഞ്ഞ തവണ വിപ്പൊക്കെ ലംഘിച്ച് പോലും ഇതിൽ നിന്ന് വിട്ടു നിന്നിരുന്നു പാർലമെൻറ്റിൽ നിന്ന്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൽ 4 കൊല്ലം കഴിയുമ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രശ്നമുണ്ടാവുകയാണ്. അവർക്ക് ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ വരികയാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഭരണത്തിന് കൊടുക്കുന്ന പിന്തുണയിൽ നിന്ന് പിന്മാറാനുള്ള അവസരം MLAമാർക്കുണ്ട്. അങ്ങനെ പിന്മാറിയാൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും 6 മാസം ഉണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ്. അപ്പോൾ 6 മാസം ഉണ്ടെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പിന്നീട് അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ടേം എന്ന് പറയുന്നത് 1 കൊല്ലം മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും പലപ്പോഴും MLAമാരടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ പോലും ഇനി 1 കൊല്ലമല്ലേ ഭരിക്കാൻ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് പലപ്പോഴും പലതിനോടും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടാവും. അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ വളരെയധികം പരിമിതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. പലപ്പോഴും ചില ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടുകയോ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരികയോ ഭൂരിപക്ഷം ഇല്ലാതെ വരികയോ അവിശ്വാസം പാസ്സാവുകയോ ഒക്കെ ചെയ്യുന്ന അവസരങ്ങളിൽ പോലും പിന്നീട് അടുത്ത ഗവൺമെൻറ്റിന് 3 കൊല്ലമോ അല്ലെങ്കിൽ 2 കൊല്ലമോ മാത്രമേ ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരമുള്ളൂ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അനീതിയാണ്. അതുകൊണ്ട് ഇത് നടപ്പാക്കുക എന്ന് പറയുന്നത് BJPയുടെ ഒരു സ്വകാര്യ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം തയ്യാറാകുന്ന ഒരു പദ്ധതിയാണ്. പിന്നെ കൂടാതെ ഇത് നടപ്പാകില്ല എന്നറിഞ്ഞിട്ട് പോലും ഇതിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ ജീവൻ മരണ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഒഴിവാക്കാനും BJP ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഇതെന്തായാലും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് BJP നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധിയാണ്. അത് നടപ്പാക്കണം എന്നുള്ളത് BJP ഒന്ന് ശ്രമിച്ചു നോക്കുന്നു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കത്തുള്ളൂ. കിട്ടിയാൽ കിട്ടി എന്ന് വിചാരിച്ച്. പക്ഷെ അത് കിട്ടാനൊരു സാധ്യതയില്ല. ഇനി അഥവാ നടപ്പായാൽ പോലും അത് ഇന്ത്യൻ ജനാധിപത്യത്തെ പിന്നോട്ടടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല.